വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ഗ്യാരണ്ടി സക്സസ്. വനിതകൾക്ക് ഇനി മുതൽ KSRTCയിൽ ജോളിയായി കാശില്ലാതെ യാത്ര ചെയ്യാം. കരഘോഷത്തോടെയാണ് കേരളക്കര ഈ പ്രഖ്യാപനത്തെയും നടത്തിപ്പിനെയും സ്വീകരിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങൾക്കൊപ്പം സർക്കാരിന് ഏറ്റവും അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സൗജന്യ ജേണി എങ്ങനെ നടപ്പാക്കുമെന്ന ആശങ്കയിലായിരുന്നു പലരും ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ വാക്ക് വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിൽ എങ്ങനെ ഈ കാര്യങ്ങൾ നടത്തുമെന്ന ചോദ്യത്തോട് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കുക. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ വെച്ചായിരുന്നു ആ ചരിത്ര മുഹൂർത്തത്തിന് ഇന്ന് വെടി തുറന്നത്. അധികാരത്തിലെത്തി 1 മാസം തികയുന്ന സമയത്ത് ആദ്യ വാഗ്ദാനം നടപ്പാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉള്ളത്. സ്ത്രീകൾക്ക് അഭിമാനത്തോടെ യാത്ര ചെയ്യാം, ഞങ്ങളുടെ സർക്കാരിന്റെ വണ്ടി എന്ന അഭിമാനത്തോടു കൂടി പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. അഭിമാനത്തിന്റെ ദിവസത്തിലേക്ക് വരുമ്പോൾ KSRTCയിൽ PSC വഴി നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയായിരുന്നു ഉദ്ഘാടന ബസിന്റെ വളയം പിടിച്ചത്. ഉദ്ഘാടന ബസ്സിലെ കണ്ടക്ടറും വനിതയായിരുന്നു, ഓർക്കണം. ചേച്ചി, ചരിത്രത്തിലേക്കാണ് ഈ വളയം പിടിച്ച് കയറിയിരിക്കുന്നത്. സന്തോഷല്ലേ? സന്തോഷ, വളരെ സന്തോഷം. എല്ലാ സാർമാരോടും ഒരാളെ പോലും വിടാതെ എല്ലാവരോടും നന്ദി. അത് മാത്രം. സർക്കാർ തുടങ്ങിയ ഈ വിപ്ലവകരമായ ഒരു പദ്ധതി ജനങ്ങൾക്ക് നല്ലൊരു സംരംഭമാണ്. പിന്നെ ഈ KSRTCയുടെ തന്നെ ചരിത്രത്തിലെ ഒരു നല്ല നിമിഷമാണ് ഇത്. സതീശൻ സർക്കാരിന്റെ ചരിത്ര പ്രഖ്യാപനത്തെ അകമഴിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ വനിതകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും കിട്ടുന്ന തുച്ഛമായ നീക്കിയിരിപ്പ് 1 മാസമാകുമ്പോൾ ഒരു സമ്പാദ്യമായി മാറുമെന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആടിയും പാടിയുമാണ് ഉത്സവ നിമിഷത്തെ ഏവരും വരവേറ്റത്. പലയിടങ്ങളിലും സംസ്ഥാനത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഉത്സവ കാഴ്ചയായിരുന്നു ഏവർക്കും കാണാൻ കഴിഞ്ഞത്. കാസർഗോഡ് ജില്ലയിലും പ്രിയദർശിനി യാത്രയുടെ ഉദ്ഘാടനം വലിയ ആഘോഷമായി തന്നെയാണ് നടക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുന്നു, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. ബന്തെടുക്ക റൂട്ടിലുള്ള ഒരു ബസ്സിനകത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ബസ്സിന് പൈസ ഇല്ലാണ്ട് കുറേ സമയം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇനി മുതൽ അതൊന്നും വേണ്ടല്ലോ. താങ്ക്സ് വി ഡി സർ. അതെ, സന്തോഷം, വളരെ വളരെ സന്തോഷം. സമ്പാദ്യം മാറ്റിവെക്കുന്നത് വഴി അവർക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. നല്ല മാറ്റം, നമ്മുടെ സർക്കാരിൻ്റെ നല്ല തീരുമാനം. അത്തരത്തിൽ ട്രെയിന് സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ആളുകൾ പോലും ചെറുവത്തൂരിൽ നിന്നും നീലേശ്വരത്ത് നിന്നൊക്കെ തന്നെ കാസർകോട്ടേക്ക് വന്നിരുന്ന ആളുകൾ പോലും ഇനി സ്ഥിരമായി ബസ്സുകളിലേക്ക് യാത്ര മാറ്റാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. കണ്ണൂരിൽ MLA TO മോഹനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. വലിയ ആൾക്കൂട്ടം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയ കൂട്ടം തന്നെ ഉണ്ടായി. ഇങ്ങനൊരു അത്യാഘോഷപൂർവ്വമുള്ള ഒരു ഉദ്ഘാടനം നടന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ UDF സർക്കാർ നടപ്പിലാക്കിയ ഈ വാഗ്ദാനങ്ങൾ ഓരോന്ന് നിറവേറ്റുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര രൂപയുടെ ദിവസം ചെലവ്? 38 രൂപയാണ് പരിഹാരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ പദ്ധതി നല്ലൊരു ഉപകാരമാണ്. ഇതിനെക്കൊണ്ട് വലിയ സ്വീകരണം, വലിയ ആൾക്കൂട്ടം, അതോടൊപ്പം തന്നെ അതൊരു ആഘോഷപൂർവ്വമായ ഒരു ഉദ്ഘാടന ചടങ്ങാക്കി നടത്തുന്നതിന് വേണ്ടി കണ്ണൂരിലെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. UDF സർക്കാർ നടപ്പിലാക്കുന്ന KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് മാനന്തവാടിയിലും തുടക്കമായിരിക്കുന്നു. മാനന്തവാടിയുടെ വനിതാ MLA ഉഷ വിജയൻ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിധീരമായിട്ടുള്ള ഒരു
തീരുമാനവും അത് നടപ്പിലാക്കാൻ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയെയും ഞാൻ കേരള സംസ്ഥാന സർക്കാരിനെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പുരുഷന്മാര് വിമർശിക്കുന്ന തമാശയായിട്ടാണെങ്കിലും പറയുന്നുണ്ട്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ കൂട്ടുകാരികള്, അവർക്ക് തന്നെയാണ് ഈ ഉപകാരം കിട്ടുന്നത് കൂടെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഈ അവസരത്തിൽ. നല്ലൊരു കാര്യമാണ് ചെയ്തത്. യുവാക്കളായ പെൺകുട്ടികളോടൊന്ന് പറയുന്നുണ്ട്, മിസ്യൂസ് ചെയ്യരുത്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ശമ്പളം. പക്ഷെ KSRTC-ക്കാരാണ് മുഴുവൻ നീതിപണം തിന്നുന്നതെന്നാണ് ബസ് കയറുന്ന ആൾക്കാർ ഞങ്ങളോട് പറയുന്നത്. ഇനി ആ വർത്താനം ഞങ്ങൾക്ക് കേൾക്കൂലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. സന്തോഷമുണ്ട് സൗജന്യമായിട്ട് പോകുന്നതിന്. സന്തോഷമുണ്ട്. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുണ്ട്. വനിതാ MLA ആണ്, വിദ്യാ ബാലകൃഷ്ണന്റെ മണ്ഡലത്തിലാണ് ആദ്യത്തെ കോഴിക്കോട്ടേക്കുള്ള യാത്ര. ചരിത്രത്തിന് സാക്ഷിയായി, അതിലുപരിയായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 0 ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്. ഇടുക്കിയിലും KSRTC-യിൽ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്നാണ് ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വണ്ണപ്പുറത്തേക്കുള്ള സർവീസാണ്. സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഞങ്ങളതിനെ പ്രത്യേക നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ആ പദ്ധതിയെ. ഞങ്ങളെപ്പോലുള്ള സാധാരണ ജോലിക്കാർക്ക് വളരെയേറെ പ്രയോജനകരം. ഏത് നല്ല കാര്യത്തിനുമിടയിൽ ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമാണ്. എന്തുകൊണ്ട് എല്ലാ ബസ്സുകളിലും യാത്ര അനുവദിക്കാത്തത്? ഇങ്ങനെ സൗജന്യം നൽകി കഴിഞ്ഞാൽ KSRTC കുത്തുപാള ഇടിക്കില്ലേ? ഇപ്പോൾ തന്നെ സർക്കാരിന്റെ കൈത്താങ്ങിൽ നടന്നു പോകുന്ന സംവിധാനത്തിന് പ്രതിവർഷം 800 കോടി രൂപ നൽകാൻ ആകുമോ എന്നടക്കം പല സംശയങ്ങളാണ് പുരുഷ യാത്രക്കാർക്ക് ഉള്ളത്. മാതൃഭൂമി ന്യൂസിന്റെ വിന്റേജ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ആശങ്ക വ്യക്തമാക്കിയത്. അതിലേക്ക് കൂടി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1 ഇയറിൽ എത്രയാണ് ഇതിൻ്റെ കമ്മി വരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? 5 ഇയർ ആകുമ്പോൾ എത്രയായിരം കോടി എന്നറിയോ? ഇത്രയും ക്യാഷ് നമുക്കൊരു ഇതൊരു തൊഴിൽ മേഖല ഉണ്ടായിരുന്നെങ്കിൽ എത്ര യുവതികൾക്ക് നമുക്ക് തൊഴിലുണ്ടാകുമായിരുന്നു. ഇതിൽ നമുക്ക് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ വികലാംഗർക്ക്, പിന്നെ അധികം പ്രായം ചെന്നവർക്ക്, പിന്നെ കൺസെഷൻ ഒക്കെ അതെല്ലാം നമുക്ക് ഫ്രീ കൊടുക്കാം. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ഒരുപാട് ഡൗൺ ആണ്. അതുകൊണ്ട് മുതിർന്നവർക്ക് കൊടുക്കാം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കാം. വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം. അല്ലാതെ ഗവൺമെന്റ് സ്റ്റാഫുകൾ, ലേഡീസ്, അവരെ കൂടുതലുണ്ട്. അവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരെ അവരെ തിരഞ്ഞെടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കാം, വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇതല്ലാതെ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ള ഞങ്ങൾക്ക് പരാതിയില്ല. അവർക്ക് അർഹതപ്പെട്ടതല്ല. കാര്യം വെച്ചാൽ ഉദ്യോഗസ്ഥർ കൂടുതലും ഉദ്യോഗസ്ഥരാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അവര് ദുരുപയോഗം ചെയ്യുമെന്ന് വെച്ചാൽ ആവശ്യം അവർക്ക് ഒരിതാണ്. ഇതെല്ലാവരും ബാധിക്കും. ഓട്ടോ സർവീസ് അവരെ ബാധിക്കുന്നുണ്ട്. അത്തരം ആശങ്കകൾ കൂടി എന്തായാലും പരിഹരിക്കപ്പെടണം. സ്വകാര്യ ബസ് ഉടമകളൊക്കെ തന്നെ ഒരുപാട് ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള ആശങ്കകളൊക്കെ തന്നെ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവച്ചതാണ്. UDF സർക്കാരിന്റെ ഈ ചരിത്ര പദ്ധതിയെ വരവേൽക്കുന്നതിന് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി പറയാനുണ്ട്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ പ്രായോഗികമായി ഈ പദ്ധതിയെ സ്ത്രീ സമൂഹം തന്നെ സമീപിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. യാത്രയ്ക്ക് വേണ്ടി കാശില്ലാത്തത് കൊണ്ട് എങ്ങോട്ടും പോകണ്ട, അല്ലെങ്കിൽ നടന്നു പോകാം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സ്ത്രീ സമൂഹമുണ്ട്. അതിലൊരു പ്രതിനിധിയെ ഇന്ന് ഞാൻ മാതൃഭൂമി ചാനലിൽ കേട്ടു. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഓറിയൻറ്റേഷനിലുണ്ട് ഇത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അതേസമയം പ്രതിപക്ഷങ്ങൾ ഈ പരിപാടിയിൽ നിന്നും വിട്ട് നിന്നുകൊണ്ടാണ് ആ പ്രതിഷേധം അറിയിച്ചത്. സ്വാഗതം ചെയ്ത മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതുകൂടി കേൾക്കാം. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരെ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസം വയ്ക്കാതെ സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ കൊടുക്കണം. കൂടുതലും ഫാസ്റ്റാക്കി മാറ്റിയെന്നാണ്. ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വരാൻ പാടില്ല. അതൊഴിവാക്കി പഴയ പോലെ തന്നെ എത്ര ഓർഡിനറി ഉണ്ടായിരുന്നു അത്ര ഓർഡിനറി തന്നെ കൊടുക്കണം. അപ്പോൾ ഈ വർഷം ഈ കലണ്ടറിൽ ഇതൊരു ചരിത്ര ഏടായി ഇത് മാറുകയാണ്. ഈ ദിവസം കുറിക്കപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ഇനി മുന്നോട്ടുള്ള പോക്ക്? എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി സർക്കാരിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയും? മാത്രമല്ല, ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ UDF ഒരു നിർദ്ദേശമായിട്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങൾ നമുക്കറിയാം, കർണാടക ഉൾപ്പെടെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ഇത് പയറ്റി തെളിയുകയും അധികാരത്തിൽ അത്തരം വാക്കുകൾ കൊണ്ട് തന്നെ
ഏറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാവി എങ്ങനെയാണ്, മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, സാമ്പത്തിക പ്രതിസന്ധി പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ എന്തായാലും എന്താണ് ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള അടക്കം നമുക്ക് പരിശോധിക്കുന്നത്. രാഹുൽ ജി നാഥ് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. രാഹുൽ, അപ്പോൾ ചരിത്ര പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം മാത്രമല്ല, അതിൻ്റെ കിക്ക് ഓഫ്, അതിൻ്റെ തുടർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു, അതിൻ്റെ നടത്തിപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സർക്കാരിന് മുന്നിലുള്ള മറ്റു കാര്യങ്ങൾ എന്താണ്? എത്രത്തോളം ആവേശത്തോടുകൂടി ഈ പദ്ധതിയെ ജനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് രാഹുൽ ജി നാഥ്? UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് യാത്ര എന്നത്. അത് പിന്നീട് ഓർഡിനറി ബസ്സിലേക്ക് ആക്കി. അങ്ങനെ ഇന്നു മുതൽ ഓർഡിനറി ബസ്സുകളിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നു എന്ന വാർത്ത വലിയ പ്രതീക്ഷയോടെയാണ് ഒരു ഭാഗം സ്ത്രീകൾ ഏറ്റെടുത്തത്. അതിൻ്റെ തന്നെ ദൃശ്യങ്ങളും നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ ആശ്വാസമാണ് സ്ത്രീ സമൂഹം ഒന്നടങ്കം പ്രകടിപ്പിക്കുന്നത്. അതിൽ പല അഭിപ്രായങ്ങൾ അറിയാൻ കഴിഞ്ഞത് മാതൃഭൂമി ഇന്ന് സംഘടിപ്പിച്ച KSRTC വിൻറ്റേജ് ബസ് യാത്രയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ആ ബസ്സിലേക്ക് പല അഭിപ്രായങ്ങളാണ് ഓരോ സ്റ്റോപ്പിൽ നിന്ന് ബസ്സിലേക്ക് കയറി വന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ആശ്വാസമായി എന്ന് ആവർത്തിച്ച് പറയുന്നവർ ഇപ്പോഴും ആ ശീലം മാറുന്നില്ല എന്നുള്ളത് കൊണ്ട്, കാരണം പണം കൊടുക്കാൻ ശീലിച്ചവർ ഇപ്പോൾ പണം വേണ്ടെന്ന് അറിയുമുള്ള ആശ്വാസം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് സർക്കാരിന് വലിയ ബാധ്യത ആകില്ലേ, ഈ ചെലവാകുന്ന പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ആശങ്കയുള്ളവരുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പ്രകടിപ്പിച്ചവരുമുണ്ട്. നിലവിൽ എന്തായാലും പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിട്ടുനിൽക്കുകയാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ മുൻ ഗതാഗത മന്ത്രി കൂടി ആയ KV ഗണേഷ് കുമാർക്ക് വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും പ്രതിപക്ഷം വിട്ടുനിന്നു. ഒപ്പം മെൻസ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം, ബസ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുമെന്ന് തിരുവനന്തപുരത്തൊക്കെ അറിയിച്ചിരുന്നു. എങ്കിലും അതിൽ നിന്ന് വിട്ടുനിന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെയാകാം അവരുടെ സമരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. എന്നിട്ട് അതിന് കൂടെ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ബസ് യാത്ര അനുവദിച്ച് നൽകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാകാം ഒരുപക്ഷെ അത്തരത്തിൽ ഒരു വളരെ പ്രത്യക്ഷമായ അല്ലെങ്കിൽ ബസ് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിലേക്ക് മെൻസ് അസോസിയേഷൻ പോകുന്നില്ല. എങ്കിലും പ്രതിഷേധം അവർ നടത്തി എന്ന സാഹചര്യവും മുന്നിലുണ്ട്. നിലവിൽ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ അടിക്കുന്ന ടിക്കറ്റിൽ കൃത്യമായ തുക എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തൊട്ട് താഴെ 0 എന്ന ഒരു തുകയും ഒപ്പം പ്രിയദർശിനി എന്ന പദ്ധതിയുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ കുറച്ചുകൂടി ആഴ്ചകൾ മുന്നോട്ട് പോകുമ്പോഴാകും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ. രാഹുൽ ജി നാഥ് സൂചിപ്പിച്ചതുപോലെ എന്തായിരിക്കാം ഇതിന്റെ ഭാവി? ഇത് പ്രഖ്യാപിതമായിട്ട് നിലപാടാണ്. മാത്രമല്ല നമ്മൾ ഓർക്കേണ്ട കാര്യം എന്നറിയാം, KSRTC സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഈ സർക്കാരിന്റെ കരുതലോടുകൂടി മാത്രമേ ആ സംവിധാനത്തിന്, ആ സിസ്റ്റത്തിന്, മാനേജ്മെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 50 കോടിയാണ് ശമ്പളത്തിന് കൊടുക്കുന്നത്, 75 കോടി അങ്ങനെ പെൻഷൻകാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ധനവകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിൽ കൃത്യമായൊരു ലോജിക്ക് അദ്ദേഹത്തിന് ഉണ്ടാകണം. സാമ്പത്തിക ആസൂത്രകൻ കൂടിയായിട്ടുള്ള ഗതാഗത മന്ത്രിയാണ് ആ വകുപ്പ് ഭരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകാം. നമുക്ക് അവർക്കൊപ്പം സഞ്ചരിക്കാം. കയ്യടി ആദ്യ സമയങ്ങളിൽ തന്നെ നൽകാം.